പ്ലസ് ടു ഫിസിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് ക്വസ്റ്റ്യൻ പെട്ടെന്നൊന്ന് വായിച്ചു നോക്കാം. ദി ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക് ബിറ്റ്വീൻ പോയിന്റ് എ ആൻഡ് ബി ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. എക്കും ബിക്കും ഇടയിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു ബ്രിഡ്ജ് സെറ്റപ്പ് ആണ്. പക്ഷേ ഇതിൻ്റെ കണക്ഷൻ പാരലൽ ആണോ സീരീസ് ആണോ എന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടല്ലേ. നമുക്കൊരു ഫിഗർ കണ്ടുകൊണ്ട് മാത്രം ഇതൊരു സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. പകരം നമ്മൾ അതിൻ്റെ കണക്ഷൻ ആണ് നോക്കേണ്ടത്. അതിൻ്റെ നോട്ട്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഒരു സീരീസ് കണക്ഷൻ ആണെങ്കിൽ കപ്പാസിറ്റർ സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ അതൊരു എൻഡ് ടു എൻഡ് കണക്ഷൻ ആയിരിക്കും. അതായത് ചാർജിന് ഇവിടെ ഫ്ലോ ചെയ്യാൻ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ, സെയിം ചാർജ് ആയിരിക്കും ഈ രണ്ട് കപ്പാസിറ്ററിലൂടെയും ഫ്ലോ ചെയ്യുക. ഇതൊരു സീരീസ് കണക്ഷനാണ്, അല്ലെങ്കിൽ നമുക്കിതിനെ ഒരു എൻഡ് ടു എൻഡ് കണക്ഷൻ എന്ന് വിളിക്കാം. അതേസമയം ഒരു പാരലൽ കണക്ഷൻ ആണെങ്കിൽ രണ്ട് കപ്പാസിറ്റേഴ്സ് ആണ് നമ്മൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ആ രണ്ട് കപ്പാസിറ്ററിൻ്റെയും രണ്ട് ലീഡുകൾ ഒരേ പോയിന്റിലേക്കായിരിക്കും ഇങ്ങനെ കണക്ട് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതൊരു പാരലൽ കണക്ഷനാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 മൈക്രോഫാരഡും ഈ 6 മൈക്രോഫാരഡും സീരീസ് ആയേനെ ഇവിടെ ഒരു 1 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഇല്ലാതിരുന്നുവെങ്കിൽ. ഇപ്പോൾ ഇതൊരു ബ്രിഡ്ജ് സെറ്റപ്പ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഈ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് നോക്കുകയാണ്. നമുക്കറിയാം ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകാനുള്ള ഇക്വേഷൻ, ഈ കപ്പാസിറ്റൻസിനെ നമ്മൾ C1 എന്ന് വിളിക്കുന്നു ആൻഡ് ഈ കപ്പാസിറ്ററിനെ C2 എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് C3 ആൻഡ് ദിസ് ഇസ് C4. അങ്ങനെയാണെങ്കിൽ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കിതിനെ C1/C2 ഈക്വൽ ടു C3/C4 എന്നെഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് 3/6 മൈക്രോഫാരഡ് ആണ് 3/6 ഈക്വൽ ടു 3/6 എത്ര കിട്ടി? ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ 1/2. ആൻഡ് ഇവിടെ നമുക്ക് C3/C4 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 6 മൈക്രോഫാരഡ് ബൈ 12 മൈക്രോഫാരഡ്, ദാറ്റ് ഈസ് 6/12. അഗെയിൻ ഇറ്റ് ഈസ് 1/2. സോ ഇവിടെ നിന്ന് നമുക്ക് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആകുന്ന കണ്ടീഷനാണ് കിട്ടിയത്. C1/C2 ഈക്വൽ ടു C3/C4. സോ ഇവിടെ ഇത് ബാലൻസ്ഡ് ആണ്. അതായത് ഈ മിഡിൽ പാർട്ടിലൂടെ ചാർജ് ഫ്ലോ ചെയ്യുന്നില്ല. അതായത് സിയിലെ പൊട്ടൻഷ്യൽ തന്നെയാണ് ഡിയിലുള്ളത്. ഓക്കെ, അതായത് അവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. അതുകൊണ്ട് 1 മൈക്രോഫാരഡിലൂടെയുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്. സോ നമുക്ക് എന്ത് പറയാം, ഈ ഒരു CD-യിലൂടെ ഒരു ചാർജും ഫ്ലോ ചെയ്യുന്നില്ല. നമുക്ക് ഈ 1 മൈക്രോഫാരഡ് കപ്പാസിറ്ററിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ 3 മൈക്രോഫാരഡും ഈ 6 മൈക്രോഫാരഡും സീരീസ് ആണ്. ഓക്കെ, അപ്പർ പാത്തിലുള്ള 3 മൈക്രോഫാരഡ് ആൻഡ് 6 മൈക്രോഫാരഡ് ആർ സീരീസ്. ഓക്കെ, സീരീസ് കണക്ഷൻ ആണ്. ഇനി ലോവർ പാത്തിലുള്ള 6 മൈക്രോഫാരഡും 12 മൈക്രോഫാരഡും സീരീസ് ആണ്. ലോവർ പാത്ത് 6 മൈക്രോഫാരഡ് in series with 12 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പർ പാത്തിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത് 1/3 1/C1 പ്ലസ് 1/C2 1/3 പ്ലസ് 1/6. അത് കിട്ടുക 2 മൈക്രോഫാരഡ് എന്നാണ്. ഓക്കെ, ലോവർ പാത്തിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുമ്പോൾ 1/6 പ്ലസ് 1/12, അത് നമുക്ക് കിട്ടുന്നത് 4 മൈക്രോഫാരഡ് എന്നാണ്. സോ ഇവിടെ നമ്മൾ അപ്പർ പാത്തിൻ്റെയും ലോവർ പാത്തിൻ്റെയും ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചു. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു നെറ്റ്വർക്ക് പോലെയായിരിക്കും ഇതിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എടുക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ C1 C2ൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ C' എന്നും C3 C4ൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ C" എന്നും വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ C' ആണ് 2 മൈക്രോഫാരഡ് ആൻഡ് C" ആണ് 4 മൈക്രോഫാരഡ്. സോ ദിസ് ഇസ് 2 മൈക്രോഫാരഡ് ആൻഡ് ദിസ് ഇസ് 4 മൈക്രോഫാരഡ്. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓർ ഈക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കോമ്പിനേഷൻ എന്തായിരിക്കും? C equivalent is equal to, ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് നമുക്കറിയാം ഇത് പാരലൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുക ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വരുന്നത് 2 മൈക്രോഫാരഡ് പ്ലസ് 4 മൈക്രോഫാരഡ് വിച്ച് ഇസ് ഈക്വൽ ടു 6 മൈക്രോഫാരഡ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 6 മൈക്രോഫാരഡ്. ഓക്കെ, സോ ആൻസർ കിട്ടുന്നത് 6 മൈക്രോഫാരഡ് ആണ്. ഇത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം.
സോ ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? 6 മൈക്രോഫാരഡ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മാത്രം നമുക്ക് ആൻസർ കിട്ടും.